തബൂക്കിൽ നിന്നും ജോർദാൻ ബോർഡറിലേക്കുള്ള യാത്ര. നമ്മൾ സൗദി ജോർദാൻ ബോർഡറായിട്ടുള്ള ദുറ ബോർഡറിലേക്ക് നമ്മൾ കയറി. മനോഹരമായ ഒരു ബീച്ചാണ് ഹക്കീൽ ബീച്ച്. അതുപോലെ തന്നെ ഇതൊരു സർവീസ്ഡ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി, ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ ആ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അൽഖർജിൽ നിന്നും തബൂക്കിലേക്ക് പോകുന്ന യാത്രയുടെ കാഴ്ചകളാണ്. നമ്മൾ സൗദി ട്രാവൽ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് അലുലയിലേക്കാണ്. ഈ ഒരു വീഡിയോ ഇവിടെ ചേർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അൽഖർജിൽ നിന്നോ റിയാദിൽ നിന്നോ ട്രിപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം പോകാൻ നല്ലത് തബൂക്കാണ്. നമ്മൾ തബൂക്കിൽ നേരത്തെ പോയിട്ടുണ്ട്. 2-3 വർഷം മുമ്പെടുത്തൊരു വീഡിയോ ആണിത്. തബൂക്കിൽ എത്തിക്കഴിഞ്ഞാൽ തബൂക്കിൽ നിന്നും അലുലയിലേക്ക് പോകാൻ സാധിക്കും. തബൂക്കിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വീണ്ടും അലുലയിൽ വരേണ്ടി വരും. നമ്മൾ നേരത്തെ തബൂക്കിൽ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നേരെ അലുലയിലേക്ക് പോയത്. ഞങ്ങൾ അൽഖർജിൽ നിന്ന് രാവിലെ 10 ആയപ്പോഴാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 1400 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരുന്നത്. 14 മണിക്കൂർ ഉണ്ടെന്നാണ് കാണിച്ചിരുന്നത്. ഈ യാത്രയുടെ മെയിൻ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് റിയാദ്, ബുറൈദ, ഹെയിൽ, തൈമ, തബൂക്ക്, ഈ ഒരു റോഡിൽ കൂടെയായിരുന്നു നമ്മൾ യാത്ര ചെയ്തിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കണം. ഹെയിൽ കഴിഞ്ഞിട്ട് 250 കിലോമീറ്ററോളം ചെറിയ വഴികളാണ്. മരുഭൂമിയാണ് മൊത്തം ഉള്ളത്. പെട്രോൾ പമ്പ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ റിയാദിൽ നിന്ന് ഹെയിലിലെത്തുക, ഹെയിലിൽ സ്റ്റേ ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഹെയിലിൽ നിന്ന് നേരെ തബൂക്കിലേക്ക് പോവുക. ഫുഡ് കഴിക്കാനും പെട്രോൾ അടിക്കാനും വേണ്ടി മാത്രമേ ഞങ്ങൾ വണ്ടി നിർത്തിയിരുന്നുള്ളൂ. ഏകദേശം 5 സ്ഥലങ്ങളിൽ ഞങ്ങൾ വണ്ടി നിർത്തിയിരുന്നു. ഞങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ഒരു നീണ്ട യാത്രയായിരുന്നു ഇത്. ഈ ഒരു യാത്രയിലൂടെയാണ് നമുക്ക് ശരിക്കും ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് പോകാമെന്നൊരു ചിന്ത തന്നെ ശരിക്കും പറഞ്ഞ് ഞങ്ങൾക്ക് വന്നത്. ഞങ്ങൾ രാവിലെ 10 യാത്ര തുടങ്ങിയിട്ട് വെളുപ്പിനെ 3 ആയപ്പോഴാണ് തബൂക്കിൽ എത്തിയത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ഏകദേശം 17 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ തബൂക്കിൽ എത്തുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ തബൂക്ക് സിറ്റി ടൂർ നടത്തുകയാണ്. ഞങ്ങൾ ഈ വീഡിയോ കുറച്ച് വർഷങ്ങൾ മുമ്പ് എടുത്തതാണ്. തബൂക്കിന്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിൽ ചേർത്തിരിക്കുന്നത്. സൗദി അറേബ്യയിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് തബൂക്ക്. തബൂക്കിന്റെ ചരിത്രം പ്രധാനമായിട്ട് 3 ഘട്ടമായിട്ടാണുള്ളത്. തബൂക്ക് പ്രദേശം പുരാതന കാലം മുതൽക്കേ ജനവാസ കേന്ദ്രമായിരുന്നു. BC 3500 കാലഘട്ടത്തിലെ ശിലാലിഖിതങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഖുറാനിലും ബൈബിളിലും പരാമർശിക്കുന്ന മദീൻ ജനത ജീവിച്ചിരുന്ന ഇടമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യം തബൂക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദമാസ്കസിനെയും മദീനയും ബന്ധിപ്പിക്കുന്ന ഹിജാസ് റെയിൽവേ തബൂക്കിലൂടെയാണ് കടന്നുപോയിരുന്നത്. ആ ഒരു റെയിൽവേയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അന്നത്തെ കാലത്തെ ആ ഒരു റെയിൽവേ തീർത്ഥാടകർക്കും വ്യാപാരികൾക്കും വലിയ സഹായമായിരുന്നു. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്നൊരു മ്യൂസിയമായി ഇവിടെ നിലനിൽക്കുന്നു. പ്രവാചകൻ ഷുഹൈബ് നബിയുടെയും മൂസ നബിയുടെയും ചരിത്രവുമായി ഈ പ്രദേശത്തിന് ബന്ധമുണ്ട്. തബൂക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് AD 630 നടന്ന തബൂക്ക് യുദ്ധമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി റോമൻ സൈന്യത്തെ നേരിടാനായി 30,000-ഓളം അനുയായികളുമായി പ്രവാചകൻ മദീനയിൽ നിന്ന് തബൂക്കിലെത്തി. പ്രവാചകൻ തബൂക്കിൽ താമസിച്ച സ്ഥലത്ത് പിന്നീട് ഒരു കോട്ട നിർമ്മിക്കപ്പെട്ടു. ആ കോട്ടയാണ് തബൂക്ക് കാസ്റ്റിൽ. ഓട്ടോമൻ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പുരാതന കോട്ടയാണിത്. ഇന്ന് ഈ കോട്ട ഒരു ചരിത്ര മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. പഴയ അറേബ്യൻ ശൈലിയിലുള്ള നിർമ്മാണമാണ് തബൂക്ക് കാസ്റ്റിലിന്റെ പ്രത്യേകത. ഇന്ന് സൗദി അറേബ്യയിലെ അതിവേഗം വളരുന്ന നഗരങ്ങളിൽ ഒന്നാണ് തബൂക്ക്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണുള്ളതിനാൽ ഈ പ്രദേശം സൗദി അറേബ്യയുടെ പൂന്തോട്ടം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ സൗദിയുടെ വരാനിരിക്കുന്ന മെഗാ സിറ്റിയായ നിയോം തബൂക്ക് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് സൗദി അറേബ്യയിലെ തബൂക്കിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായിട്ടുള്ള വാദി അൽ ദിസ എന്ന സ്ഥലമാണ്. മരുഭൂമിയുടെ നടുവിൽ പച്ചപ്പും വെള്ളവും നിറഞ്ഞ ഒരു പ്രദേശമാണിത്. ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ ചുവന്ന പാറക്കെട്ടുകളും അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന അരുവികളുമാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. ദിസ എന്നാൽ ഈന്തപ്പനകളുടെ താഴ്വര എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ ഇവിടെ സമൃദ്ധമായ ഈന്തപ്പനകളും മറ്റ് കൃഷികളും നമുക്ക് കാണാം. തബൂക്ക് സിറ്റിയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് എത്താനായിട്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും ക്യാമ്പിങ്ങും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ലൊക്കേഷനാണിത്. ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വണ്ടിയായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. സാധാരണ വണ്ടിയായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല.
തബൂക്കിലെ മറ്റൊരു വിസ്മയമാണ് വാദി തൈബ് അൽ ഇസം. പ്രകൃതിദത്തമായ സൗന്ദര്യം കൊണ്ടും ചരിത്രപരമായ വിശ്വാസം കൊണ്ടും ഈ സ്ഥലം ശ്രദ്ധേയമാണ്. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മൂസാ നബി ചെങ്കടൽ കടന്ന് എത്തിയത് ഇവിടെ എന്നാണ് പറയപ്പെടുന്നത്. തബൂക്കിലെ ഏറ്റവും ആകർഷകമായ മലനിരകളിൽ ഒന്നാണ് ജബൽ അല്ലോസ്. അറബിയിൽ ഇതിന്റെ അർത്ഥം ബദാം പർവ്വതം എന്നാണ്. ഇവിടെ ധാരാളമായി കാണപ്പെട്ടിരുന്ന ബദാം മരങ്ങളിൽ നിന്നാണ് ഈ പേര് വന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുകാലത്ത് ഈ സ്ഥലത്ത് സ്നോഫോൾ ഉണ്ടാവാറുണ്ട്. വിന്റർ ടൈമിൽ ഈ മരുഭൂമിയിൽ ഈ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ ഒത്തിരി ആളുകൾ വരാറുണ്ട്. ഈ മലയുടെ മുകൾ ഭാഗം കരിഞ്ഞതുപോലെ കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. മലയുടെ ചുവട്ടിൽ പിളർന്ന ഒരു കൂറ്റൻ പാറയുണ്ട്. മൂസാ നബി വടികൊണ്ടടിച്ചപ്പോൾ വെള്ളം വന്ന പാറയാണ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് തബൂക്കിന്റെ സൈൻ ബോർഡാണ്. തബൂക്കിലെത്തുന്ന ആളുകളുടെ ഒരു പ്രിയപ്പെട്ട ഫോട്ടോ പോയിന്റ് ആണിത്. ഇത് തബൂക്കിന്റെ പാർക്ക് മാളിലാണ് ഈ ഒരു സൈൻ ബോർഡ് ഉള്ളത്. അതേപോലെ ഇത് ഉള്ളത് പ്രിൻസ് ഫഹദ് ബിൻ സുൽത്താൻ പാർക്കിന്റെ അടുത്താണ്. നമ്മൾ പാർക്ക് മാളിന്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നേരെ മുന്നോട്ട് പോവുകയാണ്. ഈ റോഡിന്റെ 2 സൈഡിലും മരങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് നമുക്ക് കാണാൻ പറ്റി. ഐ ലവ് സൗദി അറേബ്യ എന്നൊരു ബോർഡൊക്കെ കണ്ടു. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇതിന്റെ പുറകിൽ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ചു നേരം ഞങ്ങൾ ആ പാർക്കിലിരുന്ന്, നല്ലൊരു പാർക്കായിരുന്നു. നമ്മൾ കുറച്ചു നേരം ആ പാർക്കിൽ ഇരുന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. ഞങ്ങൾ അടുത്ത ദിവസം തബൂക്കിൽ നിന്ന് ജോർദാനിലേക്ക് പോകുന്ന കാഴ്ചകളാണിത്. ഞങ്ങൾ ആ സമയത്ത് സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് റീ എൻട്രി ചെയ്യണമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ജോർദാൻ ബോർഡറിലേക്ക് നമ്മൾ പോയത്. തബൂക്കിൽ നിന്നും ജോർദാൻ ബോർഡറിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളാണിത്. നമ്മൾ സാധാരണ മരുഭൂമിയിലേക്ക് നോക്കുമ്പോൾ മണൽ കൂനകളാണ് കാണുന്നതെങ്കിൽ ഇവിടെ മൊത്തം നമുക്ക് ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് ആ പ്രദേശത്തെ കാഴ്ചകളിലെ മാറ്റം വന്നു. വലിയ വലിയ പാറകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ മലകൾക്കൊക്കെ ഒരു ചുവന്ന കളറാണ്. നമ്മളിപ്പോൾ പോകുന്നത് സൗദി ജോർദാൻ ബോർഡറായ ദുറാ ബോർഡറിലേക്കാണ്. ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക് അവിടെ എത്താനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെയൊക്കെ ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റൂലേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു റോഡാണ്. അതേപോലെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചകളാണ് നമുക്ക് ഇതുവഴി വന്നപ്പോൾ കിട്ടിയത്. ആ ഒരു പാറയുടെ ഒക്കെ കളർ ഉണ്ട്. ചുവന്ന കളറിലെ പാറകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിക്കിടയിലാണ് നിയോം പ്രോജക്റ്റ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ പെട്രോൾ പമ്പ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ നേരെ ആ ഒരു ബോർഡർ എത്താറായിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ബോർഡറിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന് ഹക്കീൽ എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഹക്കീലിൻ്റെ അടുത്ത് തന്നെയാണ് ഹക്കീൽ ബീച്ച് ഉള്ളത്. അങ്ങനെ നമ്മൾ സൗദി ജോർദാൻ ബോർഡറായിട്ടുള്ള ദുറാ ബോർഡറിലേക്ക് നമ്മൾ കയറുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ജോർദാൻ രാജ്യം എക്സ്പ്ലോർ ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിരുന്നില്ല. എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടത് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊരു ഇത് നമുക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും നമുക്ക് അവിടെ പോകാൻ പറ്റുന്നത്. നമുക്ക് പോകാൻ പറ്റുമായിരുന്നു, പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും ഒരാളും വ്യക്തമായിട്ട് തന്നിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ജോർദാൻ്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. നോക്കിക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ചെങ്കടലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഗൾഫ് ഓഫ് അക്കാബ തീരത്തുള്ള മനോഹരമായ ഒരു ബീച്ചാണ് ഹക്കീൽ ബീച്ച്. ഈ പ്രദേശത്തെ കടൽ വളരെ ചുരുങ്ങിയതിനാൽ സമീപത്തുള്ള 4 രാജ്യങ്ങൾ അടുത്തായിട്ട് കിടപ്പുണ്ട്. അതായത് സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേൽ, ഈജിപ്റ്റ് ആണ് ആ 4 രാജ്യങ്ങൾ.
എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കിക്കുക ആ റെഡ് സീ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു ബ്ലൂ കളർ ഭയങ്കരമായിട്ട് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ദൂരെ കാണുന്ന മലയുടെ ഒരു സൈഡിലാണ് ഈജിപ്റ്റ് വരുന്നതും അതുപോലെ അതിൻ്റെ മറു സൈഡിലാണ് ജോർദാൻ വരുന്നതും. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ്. റിയാദിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഹെയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് നേരെ ഹക്കിൽ ബീച്ചൊക്കെ വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തബൂക്കിലേക്ക് പോകാവുന്നതാണ്. സൗദിയിലെ മെയിൻ ബോർഡറുകൾ എന്ന് പറയുന്നത് സൗദി ജോർദാൻ ബോർഡറാണ്, ദുറാ ബോർഡർ. അതുപോലെ തന്നെ സൗദി യമൻ ബോർഡർ ഉണ്ട്, അത് ജിസാനിലാണുള്ളത്. പിന്നെ സൗദി ഖത്തർ ബോർഡറായിട്ടുള്ള സൽവ ബോർഡർ, സൗദി ഒമാൻ ബോർഡറായിട്ടുള്ള റൂബൽ ഖാലി ബോർഡർ, സൗദി UAE ബോർഡറായിട്ടുള്ള ബത്ത ബോർഡർ, സൗദി കുവൈറ്റ് ബോർഡറായിട്ടുള്ള കഫ്ചി ബോർഡർ. അങ്ങനെ ഈ ബോർഡറുകളെല്ലാം നമ്മൾ പോയിട്ടുണ്ട്. സൗദി ജോർദാൻ ബോർഡറായ ദുറാ ബോർഡറിൻ്റെ കാഴ്ചകളും അതേപോലെ തന്നെ ഹക്കിൽ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് തബൂക്കിലേക്ക് പോവുകയാണ്. തബൂക്കിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലെത്തി. ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടൽ. നല്ല അടിപൊളി ലൊക്കേഷനിലായിരുന്നു ഈ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റൂമിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് ഏരിയ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഇതൊരു സർവീസ്ഡ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ലിവിങ് ഏരിയയിൽ സോഫയും TV ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള റൂമായിരുന്നു. അതിൻ്റെ ഇന്റീരിയർ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചണും അതേപോലെ തന്നെ ഡൈനിങ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു കിച്ചണായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വാഷിംഗ് മെഷീനും അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണ്. ഇവിടെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 2 ട്വിൻ ബെഡിൻ്റെ ഒരു റൂമായിരുന്നു. അങ്ങനെ അതിനകത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിരുന്നത്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ നേരെ അടുത്ത റൂമിലേക്ക് പോവുകയാണ്. അതൊരു കിങ് സൈസ് ബെഡിൻ്റെ ഒരു റൂമായിരുന്നു. നല്ലൊരു റൂമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ റൂമിലും TV ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമായിരുന്നു. 2 ബെഡ്റൂമും നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വലിയൊരു മിററൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടുന്ന് നേരെ ആ ഒരു വാഷ്റൂമിലേക്ക് പോവുകയാണ്. ചെറിയൊരു വാഷ്റൂമായിരുന്നു. എന്നിരുന്നാലും അതിനകത്ത് ജാക്കൂസി വരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഫുഡാണേലും റൂമാണേലും എല്ലാം നല്ലതായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആ ഹോട്ടൽ ഇരിക്കുന്നത് നല്ലൊരു ലൊക്കേഷനിലായിരുന്നു. തബൂക്കിൽ നിന്ന് തിരിച്ചു പോകുന്ന കാഴ്ചയാണിത്. നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ അല്ലുലേക്ക് ട്രാവൽ ചെയ്യുന്നതാണ് നല്ലത്. തബൂക്കിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ ആണ് അല്ലുലേക്കുള്ളത്. 2 റൂട്ടുകളുണ്ട്. ഏകദേശം 3 മുതൽ 4 മണിക്കൂർ യാത്രയുണ്ട്. അൽഖർജിൽ നിന്ന് ഡയറക്റ്റ് ദുറാ ബോർഡറിലേക്ക് വരികയാണെങ്കിൽ 1600 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 20 മണിക്കൂർ യാത്രയുണ്ട്. ബോർഡറിൽ താമസ സൗകര്യങ്ങളൊക്കെ കുറവാണ്. രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നത് നല്ലതല്ല. അൽഖർജിൽ നിന്നും 725 കിലോമീറ്റർ ഏകദേശം 7.5 മണിക്കൂർ കൊണ്ട് ഹെയിലിൽ എത്താൻ സാധിക്കും. അവിടെ വന്നിട്ട് അടുത്ത ദിവസം രാവിലെ യാത്ര തുടങ്ങിയ ഏകദേശം ഒരു 10 മണിക്കൂർ കൊണ്ട് നമുക്ക് ദുറാ ബോർഡറിൽ എത്താൻ സാധിക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ കൊണ്ട് തബൂക്കിൽ എത്താനും പറ്റും. ദുറാ ബോർഡറിൽ നിന്നും ഹെയിലോട്ടുള്ള റൂട്ടിൽ കൂടുതലും സിംഗിൾ ലെയിൻ റോഡാണ്. പകൽ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പാറയുടെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റും. ലോങ് ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു അടിപൊളി ട്രിപ്പായിരിക്കും. അതുപോലെ തന്നെ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡൊക്കെ കരുതി വെക്കണം. ഈ വീഡിയോ നമ്മുടെ സൗദി ട്രാവൽ സീരീസിൽ ഉൾപ്പെടുത്താൻ കാരണം സൗദിയിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. നമ്മൾ ഇതിനകത്ത് കൂടുതലും ആ ഒരു സ്ഥലത്ത് എങ്ങനെ പോകുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു അടിപൊളി യാത്രയായിരുന്നു. ഈ സ്ഥലത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓരോ സ്ഥലത്തിന്റെ വ്യത്യാസങ്ങൾ. സൗദിയിലെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അല്ലുലയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചകളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.